അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്റർ അമൈൻസ്, അനിലിൻ്റെ ക്യാരക്ടേഴ്സും ഡയസോണിയം സോൾട്ടിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. സോ ചോദ്യം നോക്കാം. സോ നൈട്രോ ബെൻസീനാണ് നമ്മൾ സ്റ്റാർട്ടിങ് റിയാക്ടൻറ്റ്. നമ്മുടെ സ്റ്റാർട്ടിങ് റിയാക്ടൻറ്റ് നൈട്രോ ബെൻസീനാണ്. ഈ നൈട്രോ ബെൻസീനെ ഞാൻ ടിൻ ആൻഡ് HCl ട്രീറ്റ് ചെയ്യുന്നു. ടിൻ ആൻഡ് HClൻ്റെ പ്രത്യേകത എന്താ? അതൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അത് NO2 ഗ്രൂപ്പിനെ NH2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ യു വിൽ ഗെറ്റ് അനിലിൻ. സ്റ്റെപ്പ് നമ്പർ 1 അനിലിൻ കിട്ടി. അതിനെ നമ്മൾ NaNO2 ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇത് നമുക്ക് മനസ്സിലാക്കാം, ഡയസോണിയം സോൾട്ടിൻ്റെ ഫോർമേഷൻ ആണ്. സോ യു വിൽ ഗെറ്റ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിരിക്കും നമുക്കിവിടെ പ്രൊഡക്റ്റ് കിട്ടുക. സോ നമ്മൾ രണ്ടാമത്തെ റിയാക്ഷൻ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം കൊടുത്തിരുന്ന Cu2Cl2 എന്നാണ്. നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ സാൻമേയർ റിയാക്ഷൻ ആണ്. എൻറ്റയർ ഡയസോണിയം ഗ്രൂപ്പ് റീപ്ലേസ് ആവും ബൈ എ ക്ലോറിൻ. സോ നമുക്കിവിടെ ക്ലോറോ ബെൻസീൻ കിട്ടും. അതിനുശേഷം ഈ ക്ലോറോ ബെൻസീനെ സോഡിയം ഇൻ ഈതർ മീഡിയമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സാൻമേയർ റിയാക്ഷൻ ആണ്. ഞാൻ ജസ്റ്റ് പേര് എഴുതി വെക്കുന്നു, സാൻമേയർ റിയാക്ഷൻ. സോഡിയം ഇൻ ഈതർ മീഡിയം. ഈ റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷൻ ആണ്. രണ്ട് ബെൻസീൻ റിങ്ങുകൾ തമ്മിൽ കണക്ട് ആവുക ചെയ്യുന്നത്. ആൻഡ് യു വിൽ ഗെറ്റ് ബൈഫിനൈൽ. ബൈഫിനൈൽ എന്നോ ഡൈഫിനൈൽ എന്നോ എനിക്ക് വിളിക്കാൻ പറ്റും. ചോദ്യം, ഈ ബൈഫിനൈൽ അല്ലെങ്കിൽ ഡൈഫിനൈൽ മോളിക്യൂളിൻ്റെ മോളാർ മാസ് എത്രയെന്നാണ് ചോദ്യം. ബൈഫിനൈൽ മോളിക്യൂൾ എന്ന് പറയുന്നത് C12H10 എന്നുള്ള ഫോർമുലയിലാണ് വരിക. സോ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12 × 12, കാർബണിൻ്റെ ആറ്റമിക് വെയിറ്റ് 12 ആണ്. 12 × 12 പ്ലസ് ഹൈഡ്രജൻ്റെ 1 × 10. സോ ഓവറോൾ വാല്യൂ വരും 154. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഇൻറ്റീജർ വാല്യൂ 154 ആയിരിക്കും.